ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആബ്സെന്റീസ് ആണ്. എന്താണ് ആബ്സെന്റീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയിക്ക് ഒരു ദിവസം അയാൾക്ക് ഷെഡ്യൂൾ ചെയ്ത വർക്കിൽ വരാൻ പറ്റാത്ത കണ്ടീഷനാണ് എന്ത് പറയാ, ആബ്സെന്റീസം എന്ന് പറയാം. അതായത് ഒരു ദിവസം അവർക്ക് അവരുടെ ഷെഡ്യൂൾ ചെയ്ത വർക്ക്, അതായത് ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്ത വർക്ക് ഉണ്ടാവും, ഇന്ന സമയം മുതൽ ഇത്ര സമയം വരെ. ആ ഒരു സമയം വരാന് അയാൾക്ക് പറ്റാതിരിക്കുന്നതിനെയാണ് എന്ത് പറയാ, ആബ്സെന്റിസം എന്ന് പറയാം. അപ്പൊ ഇതൊരു ഓതറൈസ്ഡ് ആബ്സെൻസ് ആകാം, അതായത് അവരുടെ ജോബില് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഓതറൈസ്ഡ് ആയിട്ടുള്ള ആബ്സെന്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഷെഡ്യൂൾ ചെയ്ത വർക്ക് ഉണ്ട്, പക്ഷെ എന്താണ്, അവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാതെ ഇരിക്കുന്ന മറ്റു കാരണങ്ങളൊക്കെ ആകാം. ആബ്സെന്റിസം ദസ് ഇൻക്ലൂഡ് അൺഓതറൈസ്ഡ് ആബ്സെൻസ്. അതുപോലെ ആബ്സെന്റിസം ഇൻക്ലൂഡ് ചെയ്യുന്നത് പറഞ്ഞാല് ചിലപ്പോ കമ്പനി കൊടുക്കാത്ത അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആബ്സെൻസുകളൊക്കെ എന്താണ്, ആബ്സെന്റീസ് ആണ്. അതുപോലെ ഇൻക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞാൽ ലേറ്റ്നെസ്. ഇപ്പോ ലേറ്റ്നെസ് എന്തില്ല, നമ്മൾ കമ്പനി ഓതറൈസ് ചെയ്യണതല്ല, അതായത് ലേറ്റ് ആയിട്ട് വരിക. ഇപ്പൊ 9:00 അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ചില എംപ്ലോയീസ് എന്തെങ്കിലും ലേറ്റ് ആയിക്കാണ്ട് വരും, 10 മണിക്ക് വരിക, 10:30 വരിക, അങ്ങനെ ലേറ്റ്നെസ് അത് ആബ്സെന്റ് ആയിട്ട് പരിഗണിക്കും. അതുപോലെ സർട്ടിഫൈഡും അതുപോലെ അൺസർട്ടിഫൈഡ് ആയിട്ടുള്ള സിക്ക് ലീവ്, അതായത് ചില എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് ആ ജോലിക്ക് ഹാജരാകാൻ പറ്റില്ല. അത് സർട്ടിഫൈഡ് ആണെങ്കിലും അൺസർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ആബ്സെന്റ് ആയിട്ട് തന്നെ പരിഗണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ആബ്സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി എന്തൊക്കെയാണ് ഈ ആബ്സെന്റിസം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, എംപ്ലോയി സിക്നസ്. എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ റെഗുലർ ജോബിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അവര് ആബ്സെന്റ് ആയി പോകും. അതൊരു റീസൺ ആണ്. രണ്ടാമതാണ് ലോ എംപ്ലോയി മോട്ടിവേഷൻ. എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ലോ മോട്ടിവേഷൻ ആകുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇവരുടെ മോട്ടിവേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഏജ്, അതുപോലെ ലെങ്ത് ഓഫ് സർവീസ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് സിറ്റുവേഷൻ, വാല്യൂസ്, എക്സ്പെക്ടേഷൻ, അതുപോലെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ മാനേജീരിയൽ പോളിസികൾ, ആറ്റിറ്റ്യൂഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന്റെ മോട്ടിവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സിൽ മോട്ടിവേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരും. അവർ സ്വാഭാവികമായിട്ടും സ്ഥാപനത്തിൽ പിറ്റേ ദിവസം ലീവ് എടുക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഒരു റെഗുലാരിറ്റി ഉണ്ടാകണമെന്നില്ല. അടുത്താണ് എംപ്ലോയി സ്ട്രെസ്. അതുപോലെ എംപ്ലോയീസിന് എന്ത് ചെയ്യുക, സ്ട്രെസ് വരിക. അപ്പോ പുവർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ടാകുക, അതായത് ആ സ്ഥാപനത്തിൽ എന്താണ്, മോശപ്പെട്ട രീതിയിൽ അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, ഹൈ ലെവല് സ്ട്രെസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ സ്ട്രെസ് വരുന്ന സമയത്ത് അവർ റിലാക്സേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോ ആബ്സെന്റ് ആകും. അടുത്താണ് അതോറിറ്റേറിയൻ മാനേജ്മെന്റ് സ്റ്റൈല്. അതോറിറ്റേറിയൻ മാനേജ്മെന്റ് സ്റ്റൈല് ഒരു സ്ഥാപനത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആയിരിക്കും. അതുപോലെ പുവർ ലിസണിങ് സ്കില്ലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ഓരോ എംപ്ലോയീസിനും അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഗോളുകളായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. അതുപോലെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആയിരിക്കും ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുക. ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് റൂൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരുപാട് ഡീമെറിറ്റുകൾ ഈ അതോറിറ്റേറിയൻ മാനേജ്മെന്റ് സ്റ്റൈലിനുണ്ട്. അപ്പൊ ഈ ഒരു അതോറിറ്റേറിയൻ മാനേജ്മെന്റ് സ്റ്റൈലാണ് സ്ഥാപനത്തിലുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും പല ദിവസങ്ങളിലും എംപ്ലോയീസ് എന്ത് ചെയ്യും, അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ, അതല്ലെങ്കിൽ ലീവ് എടുക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഓഫ് ആബ്സെന്റീസം. അതായത് ഇങ്ങനെ എംപ്ലോയീസ് എന്താണ്, റെഗുലർ അല്ലാതെ വർക്കിന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. അതായത് ആബ്സെന്റീസം കൊണ്ട് വരുന്ന ചെലവുകൾ എന്തൊക്കെയാ നോക്കാം. ഒന്ന് നോക്കാം, ഹൈ ലെവൽ ഓഫ് ആബ്സെന്റീസം ലീഡ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് റിഡ്യൂസ്ഡ് ഔട്ട്പുട്ട് ആൻഡ് ദെയർഫോർ ആൻഡ് ഇൻഎബിലിറ്റി ടു കോമ്പീറ്റ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. അപ്പൊ കൂടുതൽ ലെവൽ, അതായത് എംപ്ലോയീസ് കൂടുതൽ ഇങ്ങനെ ആബ്സെന്റീസ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തിലോട്ട് ലീഡ് ചെയ്യുക, സ്ഥാപനം ഒരു ഇൻഎഫിഷ്യൻസിലോട്ട് ലീഡ് ചെയ്യും. അതായത് ഇൻഎഫിഷ്യൻസി ആവും സ്ഥാപനം ഫുള്ള്, അല്ലെ, എല്ലാ കാര്യത്തിലും. അതായത് പ്രോപ്പറായ രീതിയിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അതുപോലെ എംപ്ലോയീസിന് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഇൻഎഫിഷ്യൻസി കാര്യങ്ങളിലോട്ട് ലീഡ് ചെയ്യും. അതുപോലെ സ്ഥാപനത്തിന് മൊത്തം വരുന്ന ഔട്ട്പുട്ട് എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും. കാരണം എല്ലാ എംപ്ലോയീസും സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാലാണ് ഔട്ട്പുട്ട് വേണ്ട രീതിയിലൊക്കെ ചില സ്ഥാപനങ്ങൾ മാക്സിമം നമുക്ക് വർദ്ധിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ കോമ്പറ്റീറ്ററുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ആ കഴിവുണ്ടായെന്ന് വരില്ല.
കാരണം കോമ്പറ്റീറ്ററുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന എന്തുവാണ്, നമ്മൾ ഔട്ട്പുട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യണം, നല്ല എഫിഷ്യന്റ് ആകണം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ എംപ്ലോയീസിന് എന്താണ് ഒരു റെഗുലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, അവർ ജോബിൽ അറ്റൻഡ് ചെയ്യുന്നത് റെഗുലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പല കാരണങ്ങളും മൂലം സ്ഥാപനം എന്ത് ചെയ്യും, പറ്റ അടിയിൽ പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി മറ്റു കോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎഫിഷ്യന്റ് മെറ്റീരിയൽ യൂസേജ്. അതായത് എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മെറ്റീരിയൽസിന് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എന്ത് പറ്റും, ഈ ഒരു എംപ്ലോയീസിനെ കൊണ്ട് പറ്റും. നേരെ മറിച്ച് എംപ്ലോയീസ് എന്താണ് അവരുടെ ജോലിയിൽ ഒരു റെഗുലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പല മെറ്റീരിയൽസിന്റെ ഉപയോഗം എന്താവും, ഇൻഎഫിഷ്യന്റ് ആയ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ വേറെ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് മാനേജിങ് അതർ എംപ്ലോയീസ് ടു കവർ ദ വർക്ക് ഓഫ് എംപ്ലോയീസ് ആബ്സെന്റ്. അപ്പോ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി ഒരു ദിവസം ആബ്സെന്റ് ആണെന്ന് വെക്കുക. അങ്ങനെ ആബ്സെന്റ് ആണെന്ന് വിചാരിച്ചാണ്ട് അയാൾ ചെയ്യുന്ന ജോലി അവിടെ മുടങ്ങി കിടക്കുന്നില്ല. അതെന്ത് ചെയ്യേണ്ടി വരും, അന്ന് പ്രസന്റ് ആയിട്ടുള്ള മറ്റു എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യണം, ആ ജോബ് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ഈ നിലവിലുള്ള എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് എന്താണ് ആബ്സെന്റ് ആയ എംപ്ലോയീസിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെലവുകൾ വരുന്നുണ്ട്. അതായത് അവർക്ക് അതിന്റെമായി ബന്ധപ്പെട്ട പ്രതിഫലം കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ആ മറ്റ് എംപ്ലോയീസ് എന്ത് വരും, അതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ എന്താണ്, കോസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കോസ്റ്റുകളൊക്കെയാണ് ആബ്സെന്റീസം മൂലം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാന ഭാഗമാണ് ഹൗ ടു കൺട്രോൾ ആബ്സെന്റീസം. എങ്ങനെയാണ് സ്ഥാപനത്തിൽ ഈ ഒരു ആബ്സെന്റീസം കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സ്ഥാപനത്തിലെ എംപ്ലോയീസ് എന്താണ് റെഗുലർ അല്ലാതെ ഇങ്ങനെ ലീവ് എടുത്ത് പോകുക, അവര് റെഗുലർ ആയുള്ള ജോബ് അറ്റൻഡ് ചെയ്യാതെ ലീവ് എടുക്കുക. ഇങ്ങനെ വരുന്നത് കൺട്രോൾ ചെയ്യാൻ എന്താണ് മാർഗം, ആബ്സെന്റീസം കൺട്രോൾ ചെയ്യാൻ എന്താണ് മാർഗം നോക്കാം. ഒന്ന്, പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ. സ്ഥാപനത്തിൽ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസ് എന്ത് ചെയ്യും, അവര് റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ താല്പര്യപ്പെടും. അടുത്താണ് പ്രോപ്പർ സെലക്ഷൻ പ്രൊസീജിയർ. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള ആളെ ശരിയായ പോസ്റ്റിലോട്ട് എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. അതായത് ഒരു ജോബ് നിർവഹിക്കാൻ വേണ്ട സ്കില്ലും എബിലിറ്റിയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രം എന്ത് ചെയ്യുക, അതാത് ജോബിലോട്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് അവർ ആ ജോബിൽ സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ ഉപയോഗിക്കുക. അടുത്താണ് റീസണബിൾ വേജ് റേറ്റ്. എല്ലാ എംപ്ലോയീസും എന്താണ് അവർക്ക് റീസണബിൾ ആയിട്ടുള്ള വേജ് റേറ്റ് കൊടുക്കുക. അവർ എടുക്കുന്ന ജോലിക്ക് പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഒപ്റ്റിമൽ ലെവലുള്ള ഒരു വേജ് റേറ്റ് അവർക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് സ്വാഭാവികമായിട്ടും അവർ ലീവ് എടുക്കാൻ സാധ്യതയില്ല. അതുപോലെ നല്ലൊരു വേജ് പോളിസി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫ്രെയിം വർക്ക് ചെയ്യാന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ആബ്സെന്റീസം റേറ്റ് കുറക്കാനൊക്കെ പറ്റും. അടുത്താണ് പ്രോപ്പർ ഗ്രീവൻസ് സെറ്റിൽമെന്റ്. അതുപോലെ എംപ്ലോയീസിന്റെ അടുത്ത് വരുന്ന അവർ ഉന്നയിക്കുന്ന കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ അതിന് വ്യക്തമായ രീതിയിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാര്യങ്ങൾ ചെയ്യുക. നേരെ മറിച്ച് അവരൊരു ഗ്രീവൻസ് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട നടപടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എംപ്ലോയീസിന് ആ സ്ഥാപനത്തോടും അലിഗേറ്റ് ചെയ്തുള്ള വ്യക്തികളോട് എന്തുണ്ടാവും, പല വിധത്തിലുള്ള വെറുപ്പ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ആ സ്ഥാപനത്ത് വർക്ക് ചെയ്യുന്നവരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ആ ഗ്രീവൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുണ്ടെങ്കിൽ ആബ്സെന്റീസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്താണ് പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസ്. അതുപോലെ സ്ഥാപനത്തിൽ പല മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ ആ ആക്സിഡന്റ് ഒക്കെ തടയുന്നതിന് വേണ്ട മുൻകരുതൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സ്ഥാപനത്തിൽ കൈക്കൊള്ളണം. അപ്പോൾ അങ്ങനെ ഒരു മെഷീനറി ഉപയോഗിക്കുക ആക്സിഡന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസ് എന്താണ് പിന്നീട് അവർക്ക് ജോബിൽ വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. കാരണം ആക്സിഡന്റ് കാരണം എന്തായാലും അവർക്ക് മുറിവ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോബിൽ വരാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ദിവസം ലീവ് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഒരുപാട് കോസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആക്സിഡന്റ് പല മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അടുത്താണ് ലിബറൽ ഗ്രാൻഡ് ഓഫ് ലീവ്. അതുപോലെ ഉദാരമായിട്ട് എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ലീവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് അവരിങ്ങനെ അൺഓതറൈസ്ഡ് ആയിട്ട് ലീവ് എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, അവർ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉദാരമായിട്ടുള്ള ലീവുമായി ബന്ധപ്പെട്ട പോളിസി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. ഓക്കെ, അപ്പോ അവർക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ക്യാഷ് ലീവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സ്ഥാപനത്തിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്യും, അത് ബേസ് ചെയ്തിട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ലീവ് എടുക്കാറുണ്ടാവുള്ളൂ. ഓക്കെ, അടുത്താണ് കോർഡിയൽ റിലേഷൻസ് അറ്റ് വർക്ക്. അതുപോലെ വർക്ക് പ്ലേസിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് ലീവ് എടുക്കുന്നതും ഒക്കെ എന്താണ് സ്വാഭാവികമായിട്ടും കുറയും. അടുത്തതാണ് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. അതുപോലെ സ്ഥാപനത്തിൽ നല്ല ഡിസിപ്ലിന് മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ, നല്ലൊരു ഡിസിപ്ലിൻ ഓഫീസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത്
ഒരു പരിധി വരെ ആബ്സെന്റീസും കാര്യങ്ങളൊക്കെ കുറക്കാൻ സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ഇതുപോലെ ആബ്സെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആബ്സെന്റ് എടുക്കുന്നവർക്ക് വേണ്ട വിധത്തിലുള്ള പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നല്ലൊരു ഡിസിപ്ലിൻ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, കറക്റ്റ് ജോലിക്ക് ഹാജരാകും. അടുത്താണ് ഹൗസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഇപ്പോ ചില കമ്പനിയൊക്കെ അവരുടെ എംപ്ലോയീസിനൊക്കെ ഹൗസിങ്ങും അതുപോലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കൊടുക്കും. ഇപ്പോൾ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, എല്ലാ എംപ്ലോയീസിനും ഒരേ സ്ഥലത്ത് എന്ത് ചെയ്യാൻ താമസിപ്പിക്കുക. ചില കമ്പനീസ് ഒക്കെ പല പ്രത്യേക സ്ട്രാറ്റജി അവർ എടുക്കാറുണ്ട്. അതായത് ലൊക്കാലിറ്റിയിലുള്ള എംപ്ലോയീസിനെ എടുക്കാതെ കുറച്ച് ദൂരത്ത് നിന്നുള്ള എംപ്ലോയീസിനെ കൊണ്ടുവരിക, എന്നിട്ട് അവർക്ക് വേണ്ട ഹൗസിംഗ് കൊടുക്കുക. അപ്പൊ അവര് അവിടെ താമസിക്കുമ്പോൾ അങ്ങനെ താമസിക്കാവുന്ന എംപ്ലോയീസ് ഒന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ അവരുടെ വീട്ടു ആവശ്യങ്ങൾക്ക് അങ്ങനത്തേനൊന്നും പോകലുണ്ടാവില്ല. കാരണം അവരെന്ത് ചെയ്യും, സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, അവർ ജോലിക്ക് ഉണ്ടാവും. പിന്നെ അവർക്ക് എന്ത് ചെയ്യാം, മാസത്തിലെ അവസാനത്തിലേക്ക് എന്ത് ചെയ്യും, ഒരു ലീവ് പ്രൊവൈഡ് ചെയ്യും എല്ലാ എംപ്ലോയീസിനും. ഒരു തിരക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ലീവ് പ്രൊവൈഡ് ചെയ്യാം. നേരെ മറിച്ച് ലൊക്കാലിറ്റി എന്നൊക്കെ എന്ത് ചെയ്യാണ്, എംപ്ലോയീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, ഓരോ ദിവസം ഓരോ പ്രോഗ്രാം ആയിരിക്കും അല്ലെ, കല്യാണം ഉണ്ടാവും, സൽക്കാരങ്ങൾ ഉണ്ടാവും, മറ്റു പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, ഓരോ തോന്നലിൽ എന്ത് ചെയ്യും, അവർ ലീവ് എടുത്ത് പോകും. നേരെ മറിച്ച് എന്താണ്, നമ്മൾ കുറച്ച് ദൂരെ നിന്ന് ആളുകൾ എന്ത് ചെയ്യണം, ഹയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട രീതിയിൽ ഹൗസിംഗ് ഫെസിലിറ്റീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് എന്തുണ്ടാവും, എന്നും കറക്റ്റ് ജോലിക്ക് ഹാജരാകും. അവർക്ക് യാതൊരുവിധ ചുറ്റുപാടുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ വ്യക്തമായ രീതിയിൽ കമ്പനി എന്തെങ്കിലും വാഹനങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് എന്തിനാവും, അവർക്ക് ബസ് കിട്ടാത്തതോ അല്ലെങ്കിൽ വാഹനം പ്രശ്നം ഉണ്ടായ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് എന്ത് ചെയ്യും, കറക്റ്റ് സമയത്തിന് അവർക്ക് ജോലിക്ക് ഹാജരാകാൻ പറ്റും. അടുത്താണ് ഇൻസെന്റീവ്സ്. എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഇൻസെന്റീവ്സ് കൊടുക്കുക. അവരുടെ ജോലി നോക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ കൊടുക്കുക. വേജിന് പുറത്ത് ഇൻസെന്റീവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ജോലിക്ക് റെഗുലർ ആയിട്ട് ഹാജരാകും. അടുത്തതാണ് എഫക്റ്റീവ് സൂപ്പർവിഷൻ. സ്ഥാപനത്തിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനൊക്കെ നല്ലൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആബ്സെന്റീവ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോപ്പർ റെക്കോർഡ്, ഈ എംപ്ലോയി ലീവ് എടുക്കുന്നതും അവർ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് പ്രോപ്പർ ആയുള്ള റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം നമുക്ക് ആബ്സെന്റീവ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ആബ്സെന്റീവ്സം കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനത്തിലെ ആബ്സെന്റീവ്സം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.